അഡ്വക്കേറ്റ് രാംകുമാർ, മുനമ്പം കമ്മീഷന് നിയമസാധുതയില്ല. പൊതുവായ ഭൂവിഷയങ്ങളിൽ കമ്മീഷൻ നിയമനം നടത്താൻ സംസ്ഥാന സർക്കാരിന് അധികാരമുണ്ടെങ്കിലും മുനമ്പത്ത് അതിന് സാധിക്കില്ലെന്നാണ് ഹൈക്കോടതിയുടെ കണ്ടെത്തൽ. കാരണം വഖഫ് ട്രിബ്യൂണലിൻ്റെ പരിഗണനയിലിരിക്കുന്ന വിഷയത്തിൽ വസ്തുതാന്വേഷണം നടത്താൻ മറ്റൊരു കമ്മീഷന് വയ്ക്കാനാകില്ല എന്നാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം. ഹൈക്കോടതിയുടെ ഉത്തരവിനെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്, അഡ്വക്കേറ്റ് രാംകുമാർ? ഇത് ഈ കമ്മീഷൻ ഓഫ് എൻക്വയറി എന്ന് പറഞ്ഞുകൊണ്ട് പല ഗവൺമെൻറ്റുകളും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനും അസൗകര്യമുള്ള സന്ദർഭങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാനും ഒരു കുതന്ത്രമായിട്ട് ഈ നിയമത്തെ ദുരുപയോഗപ്പെടുത്തുകയാണ്. അതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമാണിത്. ഇവിടെ ഒരു ഡെഫിനിറ്റ് കോസ് ഓഫ് പബ്ലിക് ഇൻട്രസ്റ്റ് എന്നാണ് ആക്ടിലെ വാക്ക്. വ്യക്തമായ പൊതു താല്പര്യമുള്ള ഒരു വിഷയം. ഇവിടെ പൊതു താല്പര്യമുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ മറ്റ് നിയമ നടപടികളും മറ്റ് വേദികളിൽ തർക്ക വിഷയങ്ങൾ ഉന്നയിക്കുമായൊരു വിഷയത്തെക്കുറിച്ച് ഒരു കമ്മീഷൻ വെച്ചതുകൊണ്ട് യാതൊരു പ്രയോജനവും സംസ്ഥാനത്തിനുണ്ടാവും പോകുന്നില്ല, ജനങ്ങൾക്കുണ്ടാവും പോകുന്നില്ല, മുനമ്പം നിവാസികൾക്കുണ്ടാവും പോകുന്നില്ല, ബന്ധപ്പെട്ട കക്ഷികൾക്ക്. അപ്പോൾ ഭീമമായ കാശ് ചിലവാക്കി ഒരു റിട്ടയർഡ് ജഡ്ജിക്ക് ഒഴിവുകാലത്ത് ധനസമ്പാദനത്തിലൊരു മാർഗമായി ഈ ഒരു കമ്മീഷനെ നിയമിക്കുന്നത് പരമമായ അധികാര വിനിയോഗമാണ്. കമ്മീഷനെ നിയമിക്കാൻ സർക്കാരുകൾക്ക് അധികാരമുണ്ട്. അതിന് കമ്മീഷൻ ഓഫ് എൻക്വയറി ആക്ട് പറയുന്നത് ഡെഫിനിറ്റ് മാറ്റർ ഓഫ് പബ്ലിക്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വ്യക്തമായ പൊതുജന താല്പര്യമുള്ള വിഷയം. ഇവിടെ പൊതുജനത്തിന് താല്പര്യമുണ്ട്, പക്ഷേ നിർഭാഗ്യവശാൽ മറ്റ് വ്യവഹാരങ്ങളിലും മറ്റ് വേദികളിലും ഈ തർക്കം ഉന്നയിപ്പ്. ഈ ഒരു ഭൂമി വഖഫ് ഭൂമിയാണോ അല്ലേ എന്ന് തീരുമാനിക്കേണ്ടത് വഖഫ് നിയമം അനുസരിച്ച് വഖഫ് ട്രൈബ്യൂണലാണ്. വഖഫുമായി ബന്ധപ്പെട്ട ആളുകൾ രാജ്യം മുഴുവൻ ഞങ്ങളുടെയാണെന്ന് അവകാശപ്പെട്ടാൽ അതിന് നിയമപ്രാബല്യം ഉണ്ടാവില്ല. ഒരു തർക്ക വിഷയമാണ്. അത് തീരുമാനിക്കേണ്ടത് വഖഫ് ട്രൈബ്യൂണലാണ്. 3 അംഗങ്ങളുള്ള വഖഫ് ട്രൈബ്യൂണൽ കേരളത്തിൽ വളരെ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ അധികാര പരിധിയിലുള്ളൊരു കാര്യം ഒരു റിട്ടയർഡ് ജഡ്ജിയെ കൊണ്ട് റിപ്പോർട്ട് എഴുതി സർക്കാരിന് കിട്ടുകൊണ്ട് എന്ത് നേട്ടമാണുണ്ടാവും? രാഷ്ട്രീയമായ നേട്ടമുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. പക്ഷേ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് ഈ നിയമം ദുരുപയോഗപ്പെടുത്തരുത് എന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി 1952 മുതൽ വിവിധ വിധികളിൽ 67, 69 സുപ്രധാന രാഷ്ട്രീയ നേതാക്കന്മാരുടെ കേസുകൾ, ബിജു പട്നായിക്കിനെതിരായുള്ള അന്വേഷണത്തെക്കുറിച്ചുള്ള വിധികൾ, ഈ വിധികളിലൂടെ ഈ ആക്ടിൻ്റെ വ്യാപ്തിയും പരിധിയും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് തികച്ചും ഒരു രാഷ്ട്രീയ ലാഭത്തിനും വില കുറഞ്ഞ പ്രീണനത്തിനും വേണ്ടി മാത്രം സർക്കാർ ഈ കമ്മീഷനെ വെച്ചതാണ്. അതിന് പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളില്ല. പിന്നെ ഈ കമ്മീഷനെ സംബന്ധിച്ച് വേറൊരു പ്രത്യേകത ഉണ്ട്. ഈ കമ്മീഷൻ റിപ്പോർട്ട് വേണമെങ്കിൽ സർക്കാരിന് ചവറ്റുകൊട്ടയിൽ അറിയാം. കമ്മീഷൻ റിപ്പോർട്ട് അംഗീകരിക്കണം എന്ന് നിയമത്തിൽ ഒരു സ്ഥലത്തും പറയുന്നില്ല. നമ്മുടെ മുമ്പിൽ എത്രയോ ഉദാഹരണങ്ങളുണ്ട്. ഇതിലും ഗൗരവമായ റിപ്പോർട്ടായിരുന്നു മാറാട് കലാപത്തിനെ കുറിച്ച്. 2 വിഭാഗം തല തല്ലി നിരപരാധികൾ കൊല ചെയ്യപ്പെട്ട് അവിടെ ഉണ്ടായിരുന്ന സമാധാന അന്തരീക്ഷം മുഴുവൻ തകർത്ത് ഭീകരമായ കൊലപാതകങ്ങൾ നടത്തിയതിനെക്കുറിച്ച് പിന്നീട് ഹൈക്കോടതി ജഡ്ജിയായ തോമസ് പി ജോസഫ് വിപുലമായ റിപ്പോർട്ട് എഴുതി. ആ റിപ്പോർട്ടിൽ ഞെട്ടിക്കുന്ന വസ്തുതകൾ അദ്ദേഹം കണ്ടെത്തി. എന്തുപറ്റി? റിപ്പോർട്ട് പരസ്യം ചെയ്തോ? വന്നില്ലല്ലോ. തലശ്ശേരിയിലൊരു കലാപം ഉണ്ടായതുപോലെ ആ കലാപത്തെക്കുറിച്ച് അന്വേഷണം ഉണ്ടായി. അന്വേഷണ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു. അപ്പോൾ സർക്കാരിന് തൽക്കാലം മുഖം രക്ഷിക്കാൻ ഉപയോഗിക്കാവുന്ന ഒരു നിയമം എന്ന പരിധി കഴിഞ്ഞ് പൊതുജന താല്പര്യങ്ങൾക്ക് എന്തെങ്കിലും വില കൊടുക്കുന്ന ഒരു നിയമമായിട്ട് ഇതിനെ മിക്ക സർക്കാരുകളും കാണുന്നില്ല. രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ രാജ്യത്തെ വിവിധ സർക്കാരുകളും ഇവിടെ തികച്ചും രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയാണ് ഈ കമ്മീഷനെ വെച്ചപ്പോൾ തന്നെ ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട് ഈ വിഷയം മറ്റൊരു
ജുഡീഷ്യൽ ട്രൈബ്യൂണലിൻ്റെ പരിഗണനയിലിരിക്കുന്ന വിഷയമാണ്. ഏതെല്ലാമാണ് വഖഫ് ഭൂമി, ഏതെല്ലാം അല്ലാത്ത എന്ന് തീരുമാനിക്കാനുള്ള പരമാധികാരം വഖഫിനാണ്. ആ വഖഫ് ട്രൈബ്യൂണലിലെ വിധി വന്നാൽ ഹൈക്കോടതിയിലേക്ക് പോകാം. ആ സ്ഥിതിവിശേഷത്തിൽ അനാവശ്യമായി പൊതുജനങ്ങളുടെ പണം ചിലവാക്കി ഒരു കമ്മീഷനെ വയ്ക്കണം എന്തിനായെന്ന് ചോദ്യം വന്നപ്പോൾ സർക്കാർ അതിൽ വാശി പിടിച്ചു. അതിൻ്റെ തിരിച്ചടിയാണ് അന്ന് കിട്ടിയത്. ഇത് ഒരു സ്ഥിരം സംഭവമായി മാറിയിരിക്കുക. നമ്മുടെ സിനിമാ രംഗം എന്ന് പറഞ്ഞാൽ ഒരു സ്വകാര്യ രംഗമാണ്. അവിടെ നടക്കുന്നു എന്ന് പറയുന്ന സംഗതികളെക്കുറിച്ച് 1 കോടി രൂപ ചിലവാക്കി ഒരു റിട്ടയർഡ് ജഡ്ജിയും പഴയ സിനിമാ താരങ്ങളും സെക്രട്ടറിയും ഒക്കെ ഉണ്ടാക്കിയിട്ട് കമ്മീഷനുണ്ട്. എന്തുണ്ടായി ഇപ്പോൾ പല പോലീസ് ഉദ്യോഗസ്ഥന്മാർ പറയണത്, ഞങ്ങൾ മൊഴിയെടുക്കാൻ ചെല്ലുമ്പോൾ മൊഴിയെടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല, ഞങ്ങൾക്ക് കേസ് വേണ്ട, ഞങ്ങൾക്ക് പരാതിയില്ല. അപ്പോൾ കടലാസിൽ എഴുതി ജനങ്ങളുടെ പണം കളയാനുള്ള അത് കമ്മീഷൻ എൻക്വയറി ആക്ട് പോലുമല്ല, ടേംസ് ഓഫ് റെഫറൻസ് ഇല്ല. ഒരു മുൻ മന്ത്രിയുടെ താല്പര്യത്തിലാണ് കമ്മീഷൻ വെച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.